ഒരു ബോഡിക്കകത്ത് പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എടുക്കുന്ന തീരുമാനം കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം ഒരു നേതാക്കൾ പദവി ഒഴിയാൻ ഞാൻ ഒഴിയും എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനത്തെ ഇപ്പോൾ അതിനകത്ത് നടന്നത് മുഴുവൻ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പിന്നെ ചർച്ചകൾ ഗുണപരമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചർച്ചകൾ ചില മാറ്റങ്ങൾ കൂടി വഴിവെക്കുന്ന പ്രതീക്ഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് ചില തിരുത്തലുകൾ, ചില മാറ്റങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, പിന്നെ പാർട്ടി തുറന്ന സമീപനമാണ് ഈ കാര്യത്തിൽ. പാർട്ടിക്ക് യാതൊരു തരത്തിലും ഒന്നും മറച്ചു വെക്കാനില്ല. അപ്പം ഇനി ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചയിൽ അവർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ സ്വാഭാവികമായും പാർട്ടി നടപ്പിലാക്കും. 3 പതിറ്റാണ്ടായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് അടിമ തുറന്നു. എതിർസ്വരങ്ങൾ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ കുഞ്ഞാപ്പ പാടുപെടുന്നു. മലപ്പുറത്ത് നടന്ന ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നപ്പോൾ മുതിർന്ന നേതാക്കൾ പോലും കുഞ്ഞാലിക്കുട്ടിയുടെ രക്ഷയ്ക്കെത്തിയില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിയിലെ ജനാധിപത്യ ചർച്ചയാണെന്ന് പറഞ്ഞ് MK മുനീറും KM ഷാജിയും പിന്തുണ പരസ്യമാക്കുകയും ചെയ്തു. വിമർശനങ്ങൾ ലീഗിലെ ജനാധിപത്യത്തെ സക്രിയമാക്കുമെന്ന് KM ഷാജി ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടു. മാധ്യമങ്ങളെ കണ്ട MK മുനീർ പാർട്ടി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്തകളെ നിഷേധിച്ചില്ല. പാണക്കാട് കുടുംബത്തിലുണ്ടായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പിടി നഷ്ടപ്പെടുന്നു. കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യാൻ ഇത്രയും കാലം മടിച്ചു നിന്നവർ മറിച്ചു നിലപാടെടുക്കുന്നത് എന്തിന്റെ സൂചനയാണ്? ഒറ്റപ്പെട്ട കുഞ്ഞാലിക്കുട്ടി തിരിച്ചുവരവിന് ഇനി എന്ത് തന്ത്രങ്ങൾ മെനയുമെന്നതും നിർണായകമാകുന്നു. ഇതിനിടെ ചന്ദ്രിക പത്രത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം ഫിനാൻസ് ഓഫീസർ സമീറാണെന്ന് അക്കമിട്ട് നിരത്തി പറയുന്ന കത്ത് ജീവനക്കാർ മെയ് മാസത്തിൽ തന്നെ ലീഗ് നേതൃത്വം നൽകിയിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. ലീഗിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ ശ്രീ MP പ്രശാന്ത്, കാസിം ഇരിക്കൂർ INL നേതാവ്, PK നവാസ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് ബ്യൂറോ ചീഫ് മുഹമ്മദ് ഷഹീദും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം മുഹമ്മദ് ഷഹീദിലേക്ക്. മുഹമ്മദ് ഷഹീദ്, കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഇത്രയധികം വിവാദങ്ങൾക്ക് പിന്നാലെ പോയ, വിവാദങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരു നായകൻ, ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിലില്ല. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കത്തോടെ ഒറ്റയ്ക്ക് അതിജീവിച്ച ഒരു നേതാവ് എന്ന രീതിയിലും അദ്ദേഹം കേരള രാഷ്ട്രീയം നോക്കിക്കണ്ടു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ, നേരത്തെ ഉണ്ടായതൊക്കെ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള നിരവധിയായ ആരോപണങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ആ തരത്തിൽ പരിഹരിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരാളായി കുഞ്ഞാലിക്കുട്ടിയെ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ കാണാൻ സാധിച്ചോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 2006-ൽ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനവും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ച് ഒഴിയാനിടയായ സാഹചര്യം അത് വളരെ നിർണായകമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ 6 മാസത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, പാർട്ടിക്കുള്ളിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന ഒരു ഘട്ടം. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സുപ്രധാനമായി കാണാൻ കഴിയുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇന്നലത്തെ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി എത്തിയത് മൊയ്നലി തങ്ങൾക്കെതിരെ, തനിക്കെതിരെ പരസ്യ വിമർശനം നടത്തി, വളരെ രൂക്ഷമായ വിമർശനം നടത്തിയ മൊയ്നലി തങ്ങൾക്കെതിരെ സംഘടനാ തലത്തിൽ തന്നെ നടപടിയെടുക്കണമെന്ന കൃത്യമായ ആവശ്യവുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ യോഗത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ആ യോഗത്തിൽ അദ്ദേഹത്തിന് അജണ്ട നടപ്പാക്കാൻ കഴിയാതെ പോയത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ നിലപാടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ യോഗത്തിന് തൊട്ട് മുമ്പ് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ യോഗം ചേർന്നു. ആ യോഗത്തിൽ ഏറെക്കുറെ നമുക്കറിയാം ഭൂരിപക്ഷം പേരും ഐക്യകണ്ഠേന എന്നോണം തീരുമാനമെടുത്തത് മൊയ്നലി തങ്ങൾക്കെതിരെ നടപടി പാടില്ല എന്നുള്ളത് മാത്രമല്ല, അതായത് കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ അജണ്ട, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച, അദ്ദേഹത്തിനെതിരെ ആ പാർട്ടി വേദിയിൽ ആരോപണം ഉന്നയിച്ച മൊയ്നലി തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണം, അതിന് എല്ലാവരുടെയും പിന്തുണ വേണം എന്ന ആവശ്യം, ആ തലത്തിലാണ് അദ്ദേഹം യോഗത്തിന് വന്നതും അത് നടപ്പിലാക്കാനുള്ള ശ്രമവും അവിടെ സംഭവിച്ചു. സാധാരണ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാകുന്ന ലീഗ് യോഗത്തിൽ അത് സംഭവിച്ചില്ല. മുതിർന്ന നേതാക്കൾ പോലും കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിന്നില്ല. വികാരാധീനായി അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. സ്വാഭാവികമായി അദ്ദേഹം ഒറ്റപ്പെട്ടു. അതാണ് സംഭവിച്ചതല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ പാണക്കാട് കുടുംബത്തിന്റെ നിലപാട് പാണക്കാട് റഷീദ് അലി തങ്ങൾ നേരിട്ട് യോഗത്തിലെത്തി
അറിയിക്കുന്ന ഒരു സാഹചര്യം. ഇത് അത്യസാധാരണമായ ഒരു സാഹചര്യമാണ്. ഒരിക്കലും ലീഗിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിലൊന്നും പാണക്കാട് കുടുംബത്തിൽ, പ്രത്യേകിച്ചും റഷീദ് അലി തങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നും വഹിക്കുന്ന ആളല്ല. ആ തങ്ങൾ നേരിട്ടെത്തി തന്റെ നിലപാട് വളരെ കൃത്യമായി, പാണക്കാട് കുടുംബത്തിന്റെ നിലപാട് ഇതാണ്, മൊയ്ൻ അലി തങ്ങൾക്കെതിരെ ഒരു നടപടി പാടില്ല എന്നുള്ളതാണ് പാലക്കാട് തങ്ങളുടെ നിലപാട്. അദ്ദേഹം പറഞ്ഞതിലെ ചില രീതികളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് വെച്ച് അദ്ദേഹത്തിന് നടപടി പാടില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് പോവുകയായിരുന്നു. ഈ നിലപാട്, പാണക്കാട് കുടുംബത്തിന്റെ നിലപാട് ഇതായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞ ഈ ഉന്നതാധികാര സമിതി യോഗത്തിലെ മറ്റ് മുതിർന്ന നേതാക്കൾ, ആ നേതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം എളുപ്പത്തിൽ പാസ്സാക്കിയെടുത്ത് പോകാൻ കഴിഞ്ഞ ഒരു ബോഡിയായിരുന്നു ഉന്നതാധികാര സമിതി യോഗം. അതായത് ആ ഉന്നതാധികാര സമിതിയെ വളരെ കൃത്യമായി സ്വാധീനിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഉന്നതാധികാര സമിതി യോഗത്തിലെ മുതിർന്ന അംഗങ്ങൾ, പ്രത്യേകിച്ചും ഈ KP എ മജീദ്, നമ്മൾ നേരത്തെ വാർത്തയിലൊക്കെ നൽകിയതുപോലെ വളരെ രൂക്ഷമായി വിമർശിച്ചു. മറ്റ് അംഗങ്ങളെല്ലാം പലപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനങ്ങളിൽ മൗനം പാലിച്ചിരുന്നവരെല്ലാം വളരെ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോയി. മുനീർ തങ്ങൾക്കെതിരെ നടപടി പാടില്ല. ഇതോടുകൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഉന്നതാധികാര സമിതി യോഗത്തെ തൻ്റെ നിലപാട് കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം, രജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മുൻകാലങ്ങളിൽ എല്ലാം പാണക്കാട് കുടുംബത്തെ മറ്റ് പല രീതിയിലും സ്വാധീനിക്കാനും അവരെ തന്നോടൊപ്പം നിർത്താനും പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. അതിന് കഴിയാതിരിക്കാനുണ്ടായ ഒരു സാഹചര്യം വഴിയൊരുക്കിയത് പാണക്കാട് കുടുംബത്തിൽ തന്നെയുള്ള ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി തങ്ങൾ ഉയർത്തിയ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം. അദ്ദേഹത്തിന് നടപടിയെടുക്കാതിരിക്കുന്നിടത്തോളം കാലം ആ ആരോപണങ്ങളെല്ലാം ഈ വിഷയം നമുക്കറിയാം. പലവിധമായ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, വിവിധമായ വിഷയങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ട രാഷ്ട്രീയ നേതാവാണ്. ഒരു സമയത്ത് രാഷ്ട്രീയം പോലും അവസാനിപ്പിക്കേണ്ടി വരുമെന്ന രീതിയിൽ നിന്ന് ശക്തമായി തിരിച്ചു വരികയും കേരള രാഷ്ട്രീയത്തിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ആളായി മാറുകയും ചെയ്ത കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ പഴയ മേധാവിത്വം ലീഗിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? അതിനുള്ള ശ്രമങ്ങൾ ഏത് തരത്തിലാകും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുക? രഞ്ജിത്ത്, അത് വളരെ സുപ്രധാനമാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അദ്ദേഹം ഇത്തരം തിരിച്ചടി നേരിടുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുക തൻ്റെ എതിരാളികളുമായി ആ തരത്തിലൊരു കോംപ്രമൈസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ്. പക്ഷേ ഇത്തവണ പാണക്കാട് കുടുംബമാണ് ഇപ്പോൾ വിലങ്ങു നിന്നൊരു സാഹചര്യം. അതുകൊണ്ട് പാണക്കാട് കുടുംബത്തെ അദ്ദേഹം ഏത് രീതിയിൽ അവരെ സെറ്റിൽ ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ KT ജലീൽ നടത്തുന്ന ഇടപെടൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. നമുക്ക് പുറത്ത് KT ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടെങ്കിൽ പോലും KT ജലീൽ ഈ രീതിയിൽ വലിയ രീതിയിൽ ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് മുസ്ലിം ലീഗിനുള്ളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ ദുർബലപ്പെടുത്തുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തിന് പോലുമുണ്ട്. അവരത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ KT ജലീലിന്റെ വിമർശനങ്ങളെ ആ രീതിയിൽ ഉപയോഗിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ എന്നുള്ളതും വളരെ നിർണായകമാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറയാൻ വന്നൊരു കാര്യം, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ ഒരു 2 മിനിറ്റിന് മുമ്പ് മൊയ്ൻ അലി തങ്ങളുടെ ഒരു പുതിയൊരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. ആരൊരാളൻ കുതിരയെ കിട്ടുവാൻ, ആരൊരാളതിന് മാർഗം മുടക്കുവാൻ എന്നുള്ള കവിത ഉദ്ധരിച്ചുകൊണ്ട് മൊയ്ൻ അലി തങ്ങളുടെ ഒരു FB പോസ്റ്റ് വന്നിട്ടുള്ളത് വളരെ സുപ്രധാനമാണ്. അതായത് ഇത്തരം ഒരു തീരുമാനവും നടപടി, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തെറ്റാണ് എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായെങ്കിൽ പോലും നടപടി ഉണ്ടായില്ല, തനിക്കെതിരെ നടപടിയെടുക്കാൻ ആർക്കാണ് ധൈര്യം എന്ന് ചോദിക്കുകയാണ് അവിടെ മൊയ്ൻ അലി തങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ ഷഹീദ്? തീർച്ചയായും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ അത്തരമൊരു യോഗത്തിന് ശേഷം മൗനം പാലിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കെങ്കിലും മൊയ്ൻ അലി തങ്ങൾ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല. കാരണം അദ്ദേഹം വളരെ കൃത്യമായ തീരുമാനങ്ങളും നിലപാടുകളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ വളരെ സുപ്രധാനമായ, വളരെ ലീഗ് രാഷ്ട്രീയത്തിൽ ക്രൂഷ്യലായ ചില വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ED അന്വേഷണം, ഹൈദരലി തങ്ങൾക്കെതിരെയുള്ള ED അന്വേഷണം ഈ വിഷയത്തിൽ വളരെ സുപ്രധാനമാണ്. ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വെറുതെ ഇരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ലീഗ് ഹൗസിൽ നടത്തിയ പൊട്ടിത്തെറിക്ക് സമാനമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ ED അന്വേഷണം വളരെ നിർണായകമായ ഒരു സാഹചര്യമാണ്. ED അന്വേഷണം ഉണ്ടായപ്പോൾ പലതവണ ഹൈദരലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ശരി, മുഹമ്മദ് ഷഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീ PK നവാസ്, കഴിഞ്ഞ 2-3 ദിവസമായി ലീഗ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറിയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്നു. കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ ഒറ്റപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതുവരെ ശബ്ദമുയർത്താത്ത നേതാക്കൾ പോലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥ വരുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട MK മുനീർ അടക്കം നടന്ന കാര്യങ്ങളൊന്നും നിഷേധിക്കാതെ അകത്ത് നടന്ന കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. ശരിക്കും
ഇത്രയധികം പ്രതിസന്ധികൾക്കിടയിലും പ്രശ്നപരിഹാരത്തിന് ഉള്ള കൃത്യമായ ശ്രമങ്ങളാണോ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ആദ്യമായി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ചർച്ച ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്നലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തകളെ വളച്ചൊടിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള വാർത്ത യൂത്ത് ലീഗ് നേതാക്കന്മാർ അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അനുകൂലമായും മുന്നണിത്തങ്ങൾക്കെതിരായും കത്ത് കൊടുത്തിരിക്കുന്നു നിങ്ങൾ വാർത്ത കൊടുത്തു. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു, വലിയ തർക്കം ഉണ്ടായിരിക്കുന്നു, KPA മജീദ് സാഹിബ് പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വാർത്ത കൊടുത്തു. ഇന്ന് മജീദ് സാഹിബ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വളരെ ശാന്തമായി, പാർട്ടി ഒരു പ്രതിസന്ധി നേരിട്ടൊരു സമയമാണ്, ആ സമയത്ത് അതിനെ മറികടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വഴികൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടെത്തി ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്തകൾ കിട്ടുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ ഏറ്റവും മുതിർന്ന 6 നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യത്തെ പോലും അതിനകത്ത് ചിന്തിക്കുക പോലും അല്ലെങ്കിൽ നടക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. എന്തുകൊണ്ടാണ് ശ്രീ നവാസ് ഇന്ന് MK മുനീർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്? KM ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് പാർട്ടിയിലെ ജനാധിപത്യത്തിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞത്. മുനീർ വീണ്ടും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ഈ ചർച്ചകൾ ലീഗിനെ നന്നാക്കാനാണ്, ലീഗിന്റെ രാഷ്ട്രീയമായി ലീഗിനെ ഔന്നത്യങ്ങളിൽ എത്തിക്കുമെന്ന് പറഞ്ഞു വെച്ചത്. ലീഗിനകത്ത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സജീവമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം ലീഗിന്റെ പോഷകഘടകങ്ങൾക്കകത്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പതിവിൽ നിന്ന് വിപരീതമായി 10 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭാരവാഹികളുടെ യോഗം ഞങ്ങൾ ചേർന്നു. പാർട്ടി ചേർന്നിട്ട് പാർട്ടി ചില ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലേക്കുള്ള അജണ്ടകൾ സെറ്റ് ചെയ്യാൻ, അവിടെ ചർച്ച ചെയ്യേണ്ട സെപ്പറേറ്റ് വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. ജനാധിപത്യ രീതിയിലുള്ള എല്ലാ ചർച്ചകളും പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ പൊട്ടിത്തെറികളും ഒറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പരസ്പരം പഴിചാരലുകളും നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. പാർട്ടിക്കകത്ത് ജനാധിപത്യ രീതിയിലുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നു. പാർട്ടി ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ തുടർഭരണത്തിന്റെ സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ചില പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ എല്ലാം ചർച്ച ചെയ്യപ്പെടും, എല്ലാം ചർച്ച ചെയ്ത് എല്ലാവരെയും കേട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിച്ചത്. അതിന്റെ ഒരു പ്രോസസിങ് കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മാധ്യമങ്ങൾ പുറത്തു വരുന്ന വാർത്തകൾ മുഴുവൻ ലീഗ് യോഗത്തിൽ നടന്നതാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് കേട്ട് ആരെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിക്കകത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു? അതായത് മൊയ്‌നലി തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ചർച്ചയായില്ല ലീഗ് യോഗത്തിൽ. ഈ വിമർശനങ്ങൾ ഉയർന്നത് ലീഗിന്റെ ജനാധിപത്യത്തെ അത് സക്രിയമാക്കുമെന്ന KM ഷാജിയുടെ പോസ്റ്റ്, വിമർശനങ്ങൾ ഉയർന്നു എന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നതും. ആ പോസ്റ്റും തെറ്റാണ്. അതായത് ഈ പറഞ്ഞ ആരോപണങ്ങളിലൊന്നും ചർച്ച കാര്യമായി നടന്നില്ല, മറ്റു ചില കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കാര്യം അവസാനിപ്പിച്ചു, അങ്ങനെയാണോ? കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കാമോ? ഈ വിമർശനങ്ങളൊന്നും, നേരത്തെ മൊയ്‌നലി അടക്കം ഉന്നയിച്ച വിമർശനങ്ങളൊന്നും യോഗത്തിൽ ചർച്ചയായില്ല. പതിവ് പോലെ മറ്റു ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതങ്ങ് അവസാനിപ്പിച്ചു. ഇന്ന് KM ഷാജി പോസ്റ്റ് ചെയ്ത വിമർശനങ്ങൾ ലീഗിലെ ജനാധിപത്യത്തെ സക്രിയമാക്കും എന്ന് പറഞ്ഞ് സ്വാഭാവികമായി വിമർശനം ഉയർന്നു എന്ന് തന്നെയാണല്ലോ. അതും ശരിയല്ല, അങ്ങനെയാണോ താങ്കളുടെ നിലപാട്? അല്ലല്ലോ, പാർട്ടി ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്തു. ശ്രീ സെയ്ദ് മൊയ്‌നലി ശിഹാബ് തങ്ങളുടെ വാർത്താ സമ്മേളനത്തിലെ സാന്നിധ്യത്തെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തു. പാർട്ടി എന്താണ് അതിൽ കൺക്ലൂഡ് ചെയ്തത്? പാർട്ടി കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി PM സലാം സാഹിബ് പറഞ്ഞു. അവിടെ മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ അവിടെ കയറി വന്നിരുന്ന വ്യക്തി, ഇപ്പോൾ റീസണായിട്ട് ഇഷ്യൂ അതാണല്ലോ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, ആ യോഗത്തിലെ 3ാമത്തെ തീരുമാനമായിട്ട് പ്രിയപ്പെട്ട PM സലാം സാഹിബ് നിങ്ങളോട് പറയുകയും പരസ്യമായി ഫേസ്ബുക്കിലിടുകയും ചെയ്ത കാര്യങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് നടക്കാനുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കപ്പെട്ട സമിതി ഈ മാസം 15-നകം അത് പൂർത്തീകരിക്കുകയും അത് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പോകും മുമ്പേ ഭാരവാഹികൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്ത തീരുമാനങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് സുതാര്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കാത്ത പൊട്ടിത്തെറിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഒറ്റയിട്ട് ആക്രമിക്കാൻ വേണ്ടി KT ജലീൽ ശ്രമിക്കുന്നു എന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. KT ജലീൽ എക്കാലത്തും വ്യക്തിഹത്യ രാഷ്ട്രീയത്തെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, മൊയ്‌നലി തങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചത് KT ജലീലാണ്. അതേ മൊയ്‌നലി തങ്ങൾ ഈ യോഗം കഴിഞ്ഞ് ഈ പണക്കാട് കുടുംബത്തിന്റെ രീതിയല്ല ഇത്തരത്തിൽ ഞങ്ങൾ ഈ ഒറ്റയ്ക്കുള്ള വിമർശനം രീതിയല്ല എന്ന് യോഗത്തിൽ പറഞ്ഞു വെച്ചതിന് ശേഷവും അല്പം മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്നാണ്. വീണ്ടും വെല്ലുവിളിയുള്ള സ്വരത്തിലാണ് മൊയ്‌നലിയുടെ സ്വരം.
രണ്ട് കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ റിപ്പോർട്ടർ ഷെഹിന് അത് വായിക്കുന്ന സമയത്താണ് ഇങ്ങനെ വാർത്ത ഞാൻ കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗ് പാർട്ടിയിൽ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിലുള്ള പ്രത്യേകതയെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മൊയ്നലി തങ്ങളുടെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിന്റെ തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവർ വളരെ കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൂടി ആലോചിക്കുകയും അത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുവാദത്തോടു കൂടി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇനി മൊയ്നലി തങ്ങൾ വീണ്ടും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതേ ബോഡി തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അതിന്റെ ഭാഗമായി നടക്കും. മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് പാണക്കാട് കുടുംബത്തിനുള്ള പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തില്ലെങ്കിൽ തിരുത്താൻ കഴിയുന്ന ഒരു നല്ല നേതൃത്വം മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്, പാണക്കാട് കുടുംബത്തിനുണ്ട്. അത് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ എല്ലാം സാക്ഷി നിർത്തി ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. ശരി 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 ശ്രീ കാസിം ഇരിക്കൂർ, ഇവിടെ ഗുരുതരമായ കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. പാണക്കാട് കുടുംബത്തിൽ നിന്നാണെങ്കിലും ഗുരുതരമായ കുറ്റം ചെയ്തു. അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാനിരിക്കുന്നത് അത് പാർട്ടി പ്രസിഡന്റിന് വിട്ടു. അദ്ദേഹത്തിന് എതിരെ ബഹളമുണ്ടാക്കിയ പാർട്ടി വാർത്താ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയ ആളെ സസ്പെൻഡ് ചെയ്തു. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ഇത്തരം വിഷയങ്ങൾ ആ തരത്തിൽ കൈകാര്യം ചെയ്യും. ജനാധിപത്യ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് ലീഗിന്റെ വ്യക്തത ഈ വിഷയത്തിൽ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ വളരെ ലഘൂകരിച്ചാണ് എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ അവതരിപ്പിച്ചത്. സംഭവം വളരെ ഗുരുതരമാണ്. അതായത് പരസ്യമായി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊയ്ൻ അലി തങ്ങൾ വാർത്താ സമ്മേളനം നടത്തി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് ഒരു പെട്ടെന്നുള്ള ഒരു വികാര പ്രകടനമല്ല. കുറേ നാളായി ഈ തങ്ങൾ ഫാമിലി, പാണക്കാട് തങ്ങൾ ഫാമിലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ തരത്തിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ പരാക്രമങ്ങൾ, രാഷ്ട്രീയ പരാക്രമങ്ങൾക്ക് അതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ്. അതുമാത്രമല്ല, ചന്ദ്രയുടെ കാര്യത്തിൽ മൊയ്ൻ അലി തങ്ങൾ നിരത്തിയ കുറേ വസ്തുതകളുണ്ട്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതകൾ. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നലെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും ശരി വളരെ ഗൗരവമേറിയ ചർച്ചകൾ അവിടെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടക്കുക സ്വാഭാവികവുമാണ്. അതുമാത്രമല്ല, ആത്മീയ നേതാക്കന്മാരായി കേരള മുഴുവനും തന്നെ ഗണിക്കുന്ന ഈ പാണക്കാട് തറവാട്ടിൽ നിന്ന് ആദ്യമായി ഒരു കലാപക്കൊടി ഉയർന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് ഒരു ദിവസം നേരത്തെ വന്നുകൊണ്ട് ഇവിടെ ചർച്ചകൾ തുടങ്ങിയത്. ഒരുപക്ഷെ അവർ തമ്മിലുള്ള ആശയവിനിമയമായിരിക്കാം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒറ്റപ്പെടുന്ന വിധത്തിലാണ് എല്ലാ സംഭവങ്ങളും നീങ്ങിയത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ കഴിഞ്ഞ 40 വർഷത്തെ ഒരു ശാക്തിക ബലാബലമുണ്ടല്ലോ, അത് തെറ്റിയിരിക്കുക. എല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി നിയന്ത്രിക്കുന്ന, മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞ അതേ വാക്കുകളാണ്. എല്ലാ ഫണ്ടുകളും തന്നെ കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന, ചന്ദ്രികയുടേതാവട്ടെ പാർട്ടിയുടേതാവട്ടെ മറ്റ് സ്ഥാനമാനങ്ങളുടേതാവട്ടെ എല്ലാം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. കുറേ നേതാക്കന്മാരെ വെട്ടിനിരത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. അതിനെല്ലാം തന്നെ അറുതി വരുത്തുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ തേർവാഴ്ചയുടെ ഒരു ഒടുക്കത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് കുടുംബം ഒന്നിച്ചു നിന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം രാജ്യഭീഷണി മുഴക്കിയെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ മറ്റ് നേതാക്കന്മാർ UT മുഹമ്മദ് ബഷീർ ആവട്ടെ, MK മുനീറാവട്ടെ, KP മജീദ് സാഹിബ് ആവട്ടെ, PMA സലാം ആവട്ടെ, അതിൽ PMA സലാം മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്നതുവെന്നും മറ്റെല്ലാവരും തന്നെ പാണക്കാട് തങ്ങന്മാരുടെ പിറകിൽ അണിനിരന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും തന്നെ ഒരു സ്വാഭാവികമായ ഒരു നിസ്സാര സംഭവമല്ല, ഒരു ദൈനംദിന കാര്യമല്ല. ഒരു വലിയ തർക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഗതിമാറ്റത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ ഇതിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൊയ്ൻ അലി തങ്ങൾക്ക് എതിരെ നടപടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വന്യ പിതാവായ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ മാറ്റം എന്താണ്? ലീഗിൽ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടുന്നു, കുഞ്ഞാലിക്കുട്ടിക്ക് പകരം ലീഗിൽ ആ തരത്തിൽ ആരെങ്കിലും ഉയർന്നു വരുന്നു, ലീഗ് ആ തരത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, അങ്ങനെ ലീഗ് വീണ്ടും ശക്തമായി തന്നെ നിലകൊള്ളുന്നു. അതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതോ ഇത് ലീഗിന്റെ മൊത്തത്തിലുള്ള അപജയത്തിന്റെ ഉദാഹരണമായി കാണുന്നുണ്ടോ? അതല്ല,
മൊത്തത്തിലുള്ള കഴിഞ്ഞ 40 വർഷമായി ലീഗിനെ ബാധിച്ച മാരകമായൊരു രോഗം ജനാധിപത്യമില്ലായ്മ. 1980 മലപ്പുറം മുനിസിപ്പൽ ചെയർമാനായി കുഞ്ഞാലിക്കുട്ടി വന്നത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കൂ. എന്തെല്ലാം സംഭവവികാസങ്ങളാണ് പാർട്ടിയിലുണ്ടായത്. എത്ര പേരെ വെട്ടിനിരത്തി, ഏതെല്ലാം തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു, ഏതെല്ലാം തരത്തിൽ ചന്ദ്രിയെക്കുറിച്ചുള്ള വാദങ്ങൾ പുറത്തേക്ക് കേൾക്കേണ്ടി വന്നു. മൊയ്നലി തങ്ങൾ നിരത്തിയ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ചന്ദ്രികയുടെ PF ഓഹരി അടക്കുന്നില്ല, അതുമാത്രമല്ല എൻ്റെ ഓൺലൈൻ സംരംഭമുണ്ട്, അതൊരു വ്യാപാരിക്ക് വിറ്റു. ചന്ദ്രയുടെ കണ്ണായ സ്ഥലങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത ബന്ധമുള്ളവർക്ക് ചെറിയ വിലക്ക് ചുളുവിലക്ക് വിട്ടുകൊടുത്തു. അതുമാത്രമല്ല വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചു, 12 കോടിയോളം രൂപ. ഇത്തരം ഘട്ടങ്ങളിലൊന്നും തന്നെ ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ആളായ ഫൈനാൻസ് മാനേജർ സമീറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം തന്നെ. സമീർ ആണെങ്കിൽ ഇതൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. മൊയ്നി തങ്ങൾ നിരത്തിവെച്ചത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും അക്കരെയുള്ള KMCC-ക്കാരൊക്കെ തന്നെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. വളരെ പാരമ്പര്യമുള്ള സാംസ്കാരികപരമായി ദൈക്ഷണികമായി പാരമ്പര്യമുള്ള ഒരു പത്രം എത്ര കണ്ടാണ് നശിപ്പിച്ചത് എന്ന്. ഇവിടെ താങ്കൾ ഈ വിഷയത്തെ നോക്കുകയാണെന്ന് എങ്ങനെയാണ്? പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയൊരു പടയിറക്കമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സമാനതയില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നേരിടുന്നുമുണ്ട്. പഴയതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് കേരള രാഷ്ട്രീയത്തിൽ അധികായനായി നിന്ന ഒരു നേതാവിന് മറികടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണോ ഇപ്പോൾ ആ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച നേതാവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ നേതാവും അതിജീവിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഇതുവരെ നേടാത്ത ഒരു പ്രതിസന്ധിയാണ്. കാരണം നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് ഇത് പാർട്ടിക്ക് നേരെ വരുന്ന ആക്രമണമാണ്, അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് ഇത് സമുദായത്തിന് നേരെ നടക്കുന്ന ആക്രമണമാണ് എന്നൊക്കെയായിരുന്നു. അതായത് പാർട്ടിയെ അല്ലെങ്കിൽ സമുദായത്തെ ചുറ്റും നിർത്തിക്കൊണ്ട് ഒരു രക്ഷാകവചം തീർത്തുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളുടെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കുഞ്ഞാലിക്കുട്ടി നടത്തിയിരുന്നത്. അതിൽ പലതിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നടന്ന പ്രശ്നം ഇത്തവണ പുറമേ നിന്നല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളികൾ ഉണ്ടാവുന്നത്. അത് KT ജലീലാണ് തുടങ്ങി വെച്ചതെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നില്ല. ഇത് കേവലം ഒരു ED നോട്ടീസിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ചന്ദ്രികയിലെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിന്റെ പ്രശ്നമോ ഒന്നുമല്ല. മൊയ്നലി തങ്ങൾ ഉന്നയിച്ച വളരെ ഗൗരവപരമായ പ്രശ്നം എന്നുള്ളത് ലീഗിലെ ജനാധിപത്യമില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 40 വർഷമായി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയിലാണ് എന്നും അദ്ദേഹത്തിനെതിരെ വരുന്ന എല്ലാ ശബ്ദങ്ങളെയും അദ്ദേഹം നിശബ്ദമാക്കിയിരുന്നെന്നും അതുകൊണ്ട് ആരും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശബ്ദിക്കാറില്ല എന്നും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ നേരിടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൊയ്നലി തങ്ങൾ പറഞ്ഞ കാര്യം അദ്ദേഹം ഒറ്റപ്പെട്ട അഭിപ്രായമായിരുന്നില്ല. ലീഗിലെ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണിത്. പല തലങ്ങളിലായിട്ട് ലീഗിൻ്റെ തന്നെ പല ഫോറങ്ങളിൽ പല ചർച്ചാവേദികളിലൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണമാണ് ലീഗിന്റെ രാഷ്ട്രീയമില്ലായ്മ, ലീഗിന്റെ ജനാധിപത്യമില്ലായ്മ. അതായത് ഈ മൊയ്നലി തങ്ങൾ നേരത്തെയും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നേരിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ വിമർശനം ഉന്നയിക്കുകയും അത് വരുന്നത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളിൽ നിന്നാണെന്ന് ആകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ രീതി വെച്ചിട്ട് നടപടി ഉണ്ടാകേണ്ടതാണ്. അവിടെയും ആ തരത്തിൽ സംഭവിക്കുന്നില്ല. അതേസമയം ആ യോഗത്തിൽ ബഹളമുണ്ടാക്കിയെന്ന് പറഞ്ഞ് മറ്റൊരു പ്രവർത്തകനെ പുറത്താക്കുകയും ചെയ്യുന്നു. ഇന്നും ഈ മൊയ്നലി തങ്ങൾ പോസ്റ്റ് ഇടുന്നു, തന്നെ പിടിച്ചു കെട്ടാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലീഗിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വർദ്ധിച്ചു വരുന്ന പ്രസക്തി അതല്ലേ ഈ നടപടിയില്ലായ്മയും മറ്റു കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? ഈ നടപടി ഇല്ലായ്മ എന്നുള്ളത് അദ്ദേഹം പാണക്കാട് ഫാമിലിയിൽ തങ്ങൾ ഫാമിലിയിൽ നിന്നാണ് എന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം.
പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആശങ്കകൾ, അതായത് ഈ അഴിമതി പ്രശ്നം മാത്രമല്ലല്ലോ, അഴിമതി പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ കള്ളപ്പണം എന്നുള്ളത് ഒരു ED അന്വേഷണത്തിലൂടെ വെളിവാക്കപ്പെടുന്ന കാര്യമാണ്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു 2-3 മാസങ്ങൾ കൊണ്ട് അത് സോൾവ് ആവും. പക്ഷേ അത് സോൾവായി കഴിഞ്ഞാലും, അത് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാലും പിന്നെ ബാക്കിയാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ മൊയ്ൻ അലി തങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ ഇത്രയും കാലമായിട്ട് ഒരു വ്യക്തിയെ മാത്രം ആസ്പദമാക്കി, വ്യക്തിയെ അടിസ്ഥാനമാക്കി, വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം കൊണ്ട്, ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങളൊരു ന്യൂനപക്ഷ രാഷ്ട്രീയം പയറ്റാൻ പോകുന്നത് എന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു EDയുടേതോ അല്ലെങ്കിൽ ഒരു ചന്ദ്രികയിലെ ആളുകളുടെ ശമ്പളം കൊടുക്കാനത്ത അല്ലെങ്കിൽ PF കൊടുക്കാത്ത ഒരു പ്രശ്നം മാത്രമല്ല. ഇത് പല വേദികളിലായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇതാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ മുനീർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഷാജി പറഞ്ഞ കാര്യങ്ങൾ ഇത് അടിവരയിട്ട് പറയുന്ന കാര്യം അതാണ്. അവർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ലീഗിലെ ഒരു ജനാധിപത്യത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അവരുടെ ആഗ്രഹമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ലീഗിൽ ഇത്രയും കാലമായിട്ട് ഇത്തരത്തിലുള്ള ആഭ്യന്തര ജനാധിപത്യം ഇല്ല എന്നുള്ളൊരു പ്രശ്നം വളരെ വളരെ ഗുരുതരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മൊയ്ൻ അലി തങ്ങൾ ഇന്നും പ്രസക്തമാകുന്നത്. അദ്ദേഹം ഇന്നും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതാണ്. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന്. പ്രൈം ഡിബേറ്റിൽ ഒരു ചെറിയ ഇടവേള. INL നേതാവും ഒപ്പം മാധ്യമപ്രവർത്തനായ ശ്രീ പ്രശാന്തും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലീഗിൽ വളരെ നാളായി ഉണ്ടായിരുന്ന അതൃപ്തി, കുഞ്ഞാലിക്കുട്ടിക്കെതിരായി പരസ്യമായി പറയാതിരുന്ന പല ആളുകളും ഈ തരത്തിൽ ഇപ്പോൾ സംസാരിക്കാനുള്ള ധൈര്യം വരുന്നു. കാരണം അത്രത്തോളം പ്രതിസന്ധിയിലാണ് ആ പാർട്ടി. ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തകളും 2016 അടക്കം പിരിച്ച കോടിക്കണക്കിന് രൂപ 2020 പിരിച്ച തുകയടക്കം കാണാനില്ല എന്ന് പറഞ്ഞ് ജീവനക്കാർ ലീഗ് നേതൃത്വം നൽകിയ കത്ത്, അതിൻ്റെ വിശദാംശങ്ങളടക്കം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ആരോപണം തന്നെയാണ് മൊയ്ൻ അലി പരസ്യമായി ഉന്നയിച്ചതും. സ്വാഭാവികമായും മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. അതിന് തക്കതായ മറുപടി, വിശദീകരണം ആ പാർട്ടിക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നതും പ്രസക്തമായ ഒരു ചോദ്യമായി വരികയാണ്. തീർച്ചയായും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ കടന്നുപോയിട്ടുള്ളൂ. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വളരെ കൃത്യമായി ചന്ദ്രികയുടെ അഡ്വക്കേറ്റായി മുഹമ്മദ് ഇഷ നിങ്ങൾക്ക് മുമ്പിൽ വന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിനിടയിലേക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള ശ്രീ കാസിം ഇരിക്കൂർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, രാജ്യഭീഷണി മുഴക്കി, ലീഗ് യോഗത്തിൽ വലിയ തർക്കം ഉണ്ടായി. എനിക്ക് എന്നെ കാസിം ഇരിക്കൂറിനോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ഇത് INLന്റെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം എന്തൊക്കെ നടന്നുവെന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. ഞങ്ങളുടെ യോഗത്തിനകത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഗൗരവപരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും മുസ്ലിം ലീഗ് യോഗത്തിൽ നടന്നുവെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് INLന്റെ യോഗമല്ല നടന്നത്. ലീഗ് വളരെ കൃത്യമായി ഞങ്ങളുടെ അജണ്ടകൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ന്യൂസ് 80 ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നത് KM ഷാജി മൊയ്ൻ അലി തങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ പിന്തുണ കൊടുത്തുവെന്നാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട KM ഷാജി സാഹിബ്. അദ്ദേഹം ഫേസ്ബുക്കിൽ രണ്ടാമതൊരു കുറിപ്പ് തന്നെ എഴുതി, നിങ്ങൾ ഈ വാചകത്തെ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ ന്യൂസ് 80 ചാനൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം എഴുതി വെച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി. നിങ്ങൾ പറയുന്നു മൊയ്ൻ അലി തങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന്. ഞാൻ ഈ മീറ്റിംഗ് നിങ്ങളുടെ ചർച്ച ആരംഭിക്കുമ്പോഴാണ് നിങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് ആ വാചകം കേട്ടത്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് കാണില്ല. പോസ്റ്റ് പിൻവലിച്ചു കേട്ടോ, അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം. പോസ്റ്റ് ഇട്ടിരുന്നു, അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം പോസ്റ്റ് പിൻവലിച്ചു പെട്ടെന്ന്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടായി കാണും. അറിയില്ല, നിങ്ങൾ ഈ പറഞ്ഞ മിനിറ്റുകൾക്കകം അത് പിന്നെ മിനിറ്റുകൾ മാത്രം നിൽക്കുന്ന പോസ്റ്റർ പരിശോധിക്കപ്പെടേണ്ടതാണ്. എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ലീഗ് യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒറ്റപ്പെടുന്നു, അദ്ദേഹത്തെ ഒറ്റപ്പെടുന്നു എന്ന വാർത്ത 100% തെറ്റാണ് എന്ന്
പ്രിയപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഉന്നതാധികാര സമിതിയിൽ അംഗമായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട KPA മജീദ് സാഹിബ് പറഞ്ഞു, MK മുനീർ സാഹിബ് പോലും അതിനെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടുന്നത്? കാസിം ഇരിക്കൂറിനെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ലീഗിനകത്ത് ആഭ്യന്തര കലാപം അടച്ചിട്ട മുറിക്കകത്ത് ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ വലിയ കലാപം ഉണ്ടായെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പരസ്പരം തല്ലിയത് ഈ നാട്ടുകാർ മുഴുവൻ കണ്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി പ്രസിഡന്റിനെ സെക്രട്ടറി പുറത്താക്കി, സെക്രട്ടറിയെ പ്രസിഡന്റ് പുറത്താക്കി, രണ്ടുപേരും ചേർന്ന് ദേശീയ പ്രസിഡന്റ് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട് ലീഗിനകത്ത് വലിയ ദുരന്തം നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കാസിം ഇരിക്കൂറിനെ പോലുള്ള ആളുകൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പണക്കാട് തങ്ങൾ കുടുംബം എന്നതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആൾ കൂടിയാണ് മൊയ്ൻ അലി. അദ്ദേഹം പരസ്യമായി പാർട്ടിയുടെ പ്രധാന നേതാവിനെതിരെ, കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾക്കെതിരെ ഇത്ര കാര്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും നടപടിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. ആ യോഗത്തിൽ ബഹളമുണ്ടാക്കിയ ആൾക്കെതിരെ മാത്രം നടപടിയെടുത്ത് ആ യോഗം അവസാനിപ്പിക്കുന്നു, നടപടി പ്രസിഡന്റിന് വിടുന്നു. അത് ഈ പതിവുള്ള കാര്യമാണോ പാർട്ടിയിൽ? തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് രണ്ട് രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഒന്ന് സംഘടന അച്ചടക്ക ലംഘനമാണ്, മറ്റൊന്ന് സംഘടനാ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ സംഘടനയുടെ ഒരു മെമ്പർ പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിയുടെ ഒരു നേതാവിനെ ചാനലുകൾക്ക് മുമ്പിൽ വെച്ച് വളരെ മോശമായ ചില പ്രയോഗങ്ങൾ നടത്തുന്നത് സംഘടനാ സംസ്കാരത്തിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോയ പ്രവർത്തനമാണ്. അതുകൊണ്ട് അടിയന്തരമായി അതിൽ നടപടി ഉണ്ടായി. എന്താണ് പാർട്ടിക്ക് എങ്ങനെ അതിനുള്ള ശിക്ഷ എന്താണ് പാർട്ടി നൽകിയത്? അയാളെ സസ്പെൻഡ് ചെയ്തു. ആ ബഹളം ഉണ്ടാക്കിയ നേതാവിനെ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ നടപടിക്കുള്ള ഇനി സമയം കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. രണ്ടാമത് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നടത്തിയ പത്രസമ്മേളനമാണ്. പാർട്ടി കൃത്യമായി നിലപാട് പറഞ്ഞല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ആ സമയത്ത് അവിടെ വെച്ച് നടത്തേണ്ടതായിരുന്നില്ല, അങ്ങനെ പറയേണ്ടതായിരുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഇനി അതിലെന്താണ് നടപടി? സ്വാഭാവികമായ ചോദ്യമാണ്. പാണക്കാട് കുടുംബാംഗമായ ഒരാളെന്ന രീതിയിൽ മുസ്ലിം ലീഗ് പാർട്ടി അവർക്ക് ചില പ്രിവിലേജുകളുണ്ട്, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത തന്നെ പാണക്കാട് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച്, പാണക്കാട് സയ്യിദന്മാരെ കേന്ദ്രീകരിച്ചാണ് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിവിടുത്തെ മുതിർന്ന അംഗം എന്ന രീതിയിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആശുപത്രിയിലായതിനാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ കണ്ട് സംസാരിച്ച് എന്താണ് അതിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് എന്നെടുക്കാൻ അവിടെ ചുമതലപ്പെടുത്തപ്പെട്ടു. അത് പാണക്കാട് കുടുംബാംഗമായതുകൊണ്ട് അത് വളരെ ആലോചനയ്ക്ക് ശേഷം മാത്രം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം എന്നതിൽ അപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനവും അതിൽ നൽകേണ്ടതില്ല. നിങ്ങൾ ചാനൽ പറയുന്നത് പോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാശി പിടിച്ചു, രാജ്യഭീഷണി മുഴക്കി എന്നൊക്കെ നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എക്കാലവും പാണക്കാട് സയ്യിദന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്ന് സഞ്ചരിച്ച നടന്നുപോയ ചരിത്രം മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ജീവിതകാലത്ത് ഉടനീളം രാഷ്ട്രീയ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഒരു വേളയിൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും പാണക്കാട് കുടുംബത്തിന് പ്രയാസകരമാകുന്ന ഒരു തീരുമാനവും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പോലും ഉണ്ടാകാറില്ല. അവരെ 100% പാണക്കാട് കുടുംബങ്ങളെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രയാസകരമായ ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പോലും നടത്താത്ത വ്യക്തിത്വമാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നമുക്കത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു പൊതുപ്രവർത്തകനും അല്ലെങ്കിൽ ഏതൊരു മാധ്യമ പ്രവർത്തകനും അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് അറിയാത്ത ആളുകളാണ് പാണക്കാട് കുടുംബാംഗത്തിനെതിരെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടപടി ആവശ്യപ്പെട്ടു, രാജ്യഭീഷണി മുഴക്കി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചില കെട്ടുകഥകൾ മാത്രമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അധികായനായ ഒരു നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊന്ന്, കാസിം ഇരിക്കൂർ ഇവിടെ ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗത്തെ പോലെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാസിം ഇരിക്കൂറിന് ഈ പാർട്ടിയെ കുറിച്ച് പറയാൻ അധികാരമില്ല, അദ്ദേഹത്തിന് അറിവില്ല. അതുകൊണ്ട് ആധികാരികമായി മറുപടി പറയണം. ഒപ്പം ഒരു ചോദ്യം കൂടി താങ്കളോട്, കാസിം ഇരിക്കൂറിനോട്. അതായത് ഈ വല്ലാത്ത ഒരു ആവേശമുണ്ട് KT ജലീലിന് ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ. അത് വലിയ തരത്തിൽ നേരത്തെ ഷഹീദൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ, ഞങ്ങളുടെ പ്രതിനിധി ഷഹീദ് പറഞ്ഞതുപോലെ, മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ KT ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് ലീഗിന് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ത് സൂചനയാണ്? എന്തുകൊണ്ട് ഇത്രയധികം താല്പര്യം അദ്ദേഹം അത്തരം കാര്യങ്ങൾ എടുക്കുന്നു? ആ പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറഞ്ഞ ഒരു നേതാവിനെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞ നേതാവ് നടപടിയെടുത്താൽ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞതിലുള്ള ഭീഷണി സ്വരം ഉയർത്തുന്നതുമൊക്കെ എങ്ങനെ ആ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമല്ലേ? യാതൊരു സംശയവുമല്ല, പ്രധാനപ്പെട്ടതാണ്. അതേ സമയത്ത് KT ജലീലിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി മുസ്ലിം ലീഗുകാരാണ്. KT ജലീൽ ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗിനോട് പോരാടിയ. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷം
കെ.ടി. ജലീൽ അനുഭവിച്ച പീഡനങ്ങൾ, വേട്ടയാടലുകൾ നാം എല്ലാം തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് കെ.ടി. ജലീലൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. അതേ സമയത്ത് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി നവാസ്, എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് മുസ്ലിം ലീഗിലെ പ്രശ്നം പറയുന്ന സമയത്ത്, മുസ്ലിം ലീഗ് അകപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് INL നോക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു തരത്തിലുള്ള വാദം മാത്രം, വിദണ്ഡവാദം മാത്രമാണ്. മുസ്ലിം ലീഗിൽ എന്താണ് നടക്കുന്നത് എന്ന് നന്നായിട്ടറിയാം. കാരണം മുസ്ലിം ലീഗ് നവാസൊക്കെ തന്നെ ഒരുപക്ഷെ MSF ഉണ്ടോ എന്നറിയില്ല. ആ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. 1992 കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറാണ് ഞാൻ. അതുമാത്രമല്ല, ഇപ്പോൾ പഴയതുപോലെയല്ല, ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വ്യാപിക്കുകയും നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ എല്ലാം തന്നെ ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന സമയത്ത് മുസ്ലിം ലീഗ് യോഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറയുന്നത് അത് പണ്ടാരോ പറഞ്ഞവരെ പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. എല്ലാ കാര്യവും എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. ഇത്തരം വാർത്തകൾ എവിടെ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളത് അത് ഒരു 30 വർഷം മാധ്യമ പ്രവർത്തനം നടത്തി എനിക്കറിയാം എങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സംഭവത്തെ ലഘൂകരിച്ച് കാണാൻ വേണ്ടി മുസ്ലിം ലീഗിൽ ഒന്നും നടക്കുന്നില്ല, അവിടെ എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നവാസെ വളരെ പോഴത്തമാണ്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് അഹ്ലുൽ ബൈത്ത്, അതായത് പ്രവാചക പരമ്പരയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്, അവരെ സമാദരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പിൻവലിത്തിലാണ്. ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് എഴുതുകയുണ്ടായി. 1948 മുസ്ലിം ലീഗ് രൂപീകരിച്ച സമയത്ത്, ഇവിടെ പുനർരൂപീകരിച്ച സമയത്ത് KM മൗലവി എന്ന് പറയുന്ന വലിയ ഒരു മുജാഹിദ് നേതാവ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ വാഫിഖ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ തങ്ങളെ, ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളെ അതിൻ്റെ അമരത്തിരുത്തിയത് ഇവിടെ ഭൂരിപക്ഷം വരുന്ന സുന്നികളെ അതിൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയാണ്. അത് വളരെ ദീർഘദൃഷ്ടിയുള്ളൊരു തീരുമാനമായിരുന്നു. അതിനുശേഷം ഒരിക്കലും തന്നെ തങ്ങൾ കുടുംബം മുസ്ലിം ലീഗിൻ്റെ ആ തലപ്പത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അത് നല്ലൊരു തന്ത്രവും കൂടിയാണ്. വളരെ മതബോധമുള്ള കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു തന്ത്രവും കൂടിയാണ്. പക്ഷേ ആ തങ്ങൾ കുടുംബത്തെ, പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തി ആണ് കഴിഞ്ഞ 40 വർഷം കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയം മുഴുവനും കളിച്ചത്. ഈ മൊയ്നി തങ്ങൾ സൂചിപ്പിച്ച എല്ലാ തരത്തിലുള്ള പിടിപ്പുകേടുകളും നടത്തിയത്, സാമ്പത്തിക അഴിമതികളും നടത്തിയത്, രാഷ്ട്രീയങ്ങൾ നടത്തിയത്, എല്ലാവരും തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെച്ചും കൊണ്ട് നിയമസഭയിലേക്ക് ഇത്തവണ മത്സരിച്ചപ്പോൾ എല്ലാവർക്കും അതിനെതിരെ വികാരമുണ്ടായിരുന്നു. ചിലപ്പോൾ നവാസിനും ഉണ്ടായിരിക്കാം. അത് രാഷ്ട്രീയപരമായി തീരുമാനിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മറ്റുള്ള പുറത്ത് നിൽക്കുന്നവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ച ജനാധിപത്യമില്ലായ്മ എന്ന് പറയുന്ന അടിസ്ഥാന പ്രശ്നമാണ് ഇതിനെല്ലാം തന്നെ കാരണം. ഒരാളെല്ലാം തീരുമാനിക്കുന്ന, ഒരാൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന, ഒരാൾ ഫണ്ട് മുഴുവനും തന്നെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ. ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം നടക്കുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നവാസിനെ പോലെയുള്ള പുതുതലമുറയുള്ളവർ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ യുവ തുർക്കികളുടെ ന്യൂ ജനറേഷൻ്റെ ഒരു പോരാട്ടമാണ് പാണക്കാട് നടക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷമായി ആ തലമുറ കുറേ കാര്യങ്ങൾ കാണുകയാണ്. അവരെ മനസ്സ് വേദനിക്കുകയാണ്. അവർക്ക് രോഷമുണ്ട്. ഇന്നലെ മൊയ്നി തങ്ങൾ വളരെ വ്യക്തമാക്കി പറഞ്ഞു, എൻ്റെ പിതാവ് കടുത്ത സമ്മർദ്ദത്തിലാണ്, മാനസിക സമ്മർദ്ദത്തിലാണ്. രോഗം പോലും ഇത്രമാത്രം കലശലായത് അതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈട് വരുന്ന, ഈടിനെ കുറിച്ച് വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. പാണക്കാട് തറവാട്ടിലേക്ക് സാധാരണ ആശീർവാദം വാങ്ങാൻ വരാറ്. അതുപോലെ തന്നെ രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വരാറ്. പക്ഷേ ഒരു സാമ്പത്തിക കുറ്റാന്വേഷണം അന്വേഷിക്കുന്ന ഈട് കയറി വരുന്നത് ആദ്യമാണ്. അത് മഹാനായ ഹൈദരലി തങ്ങൾക്കൊക്കെ വളരെ പ്രയാസമുണ്ടാക്കും. ഇനിയും വരാൻ പോകുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഒരു പോരാട്ടത്തിൻ്റെ വീതിയിലേക്ക് പുതിയ തലമുറ വന്നിരിക്കുന്നത്. ഇതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. നവാസിനെ പോലുള്ളവർ അതിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ MP പ്രശാന്ത്, ഇവിടെ ഈ നേരത്തെ ചോദിച്ചതുപോലെ കെ.ടി. ജലീൽ മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, അത് ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി ലീഗിനുള്ളിലുള്ള പടയൊരുക്കത്തെ ദുർബലപ്പെടുത്തില്ലേ എന്ന സംശയവും ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. കാരണം ഈ എന്തിന് ജലീലിൻ്റെ കയ്യിലെ കളിപ്പാവയായി ഞങ്ങൾ മാറണമെന്നുള്ളൊരു തോന്നലൊരു പക്ഷേ അവർക്കുണ്ടായേക്കാമല്ലോ. മറ്റൊന്ന്, ഈ ജലീൽ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷമായി എന്നെ എല്ലാവരും വേട്ടയാടി, ഇനി അടുത്ത 5 വർഷം എൻ്റെ ഊഴമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ പടക്കോപ്പുകളും കയ്യിൽ കരുതിയിട്ടാകുമോ ആ നീക്കം?
ഇതിവിടെ കാണേണ്ട ഒരു കാര്യം, CPM അല്ലെങ്കിൽ KT ജലീലിന് ഒരു അജണ്ടയുണ്ട്. അത് ലീഗിനെ ദുർബലപ്പെടുത്തുക, ലീഗിനെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു അജണ്ടയാണ്. എന്നാൽ മൊയ്ൻ അലി തങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നവർക്ക് വേറൊരു അജണ്ടയാണുള്ളത്. അവർ ഉന്നയിക്കുന്ന അജണ്ട നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൻ്റെ ജനാധിപത്യവൽക്കരണമാണ്. അപ്പോൾ ഈ രണ്ട് അജണ്ടകളെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ഷഹീദ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KT ജലീൽ എങ്ങനെ എല്ലാ ദിവസവും ലീഗിൻ്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയും ഇങ്ങനെ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന ഒരു ചർച്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുള്ളൂ. കാരണം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇതൊക്കെ ലീഗിൻ്റെ KT ജലീലിൻ്റെ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ CPMൻ്റെ ഗൂഢാലോചനയാണ് എന്നൊക്കെ രീതിയിൽ ഈ ചർച്ചയെ മാറ്റിക്കൊണ്ടുപോകാൻ കുഞ്ഞാലിക്കുട്ടിക്ക് പറ്റാവുന്ന ഒരു രീതി ജലീലിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ലീഗിൻ്റെ ഒരു കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ കുറച്ച് രേഖകളുണ്ട്, നിങ്ങൾ മൊയ്ൻ അലി തങ്ങളെ പുറത്താക്കിയാൽ ഞാൻ ഈ രേഖകൾ പുറത്തുവിടും, അത് കഴിഞ്ഞിട്ട് തങ്ങളെ പുറത്താകാതിരിക്കുമ്പോൾ ഈ രേഖകളൊക്കെ പിന്നെയും ഞാൻ സൂക്ഷിക്കും എന്നൊക്കെ പറയുന്നത് ഒരു പക്വത വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്ത ചില നീക്കങ്ങളാണ്. കുറച്ച് മെച്യൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി. കാരണം ഈ ലീഗ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചേണിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പം നാളെ ജനാധിപത്യം ഉണ്ടാവുന്നെന്നോ നാളെ എല്ലാം മാറി മറിയാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിലില്ലേ, അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുകയാണ് വേണ്ടത്. ചില ഫോൺ രേഖകളുണ്ട്, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ആ തരത്തിൽ ഒരു തരത്തിൽ കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയം മനസ്സിൽ വെച്ചായിരിക്കാം. പക്ഷെ അദ്ദേഹം എന്താണെന്ന് പറയുന്നുമില്ല, കാത്തിരുന്ന് കാണാമെന്ന് പറയുകയും ചെയ്യുന്നു. അതെ, അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് അതാണ്. KT ജലീലിന്റെ അജണ്ട എന്താണെന്ന് നമുക്കറിയാം. അത് ആ അജണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലീഗിന് ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ ഈ അജണ്ട വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യത്തെ തൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് KT ജലീൽ ഈ അവസരത്തിൽ വിചാരിക്കുന്നത് ഒരു പക്ഷേ വലിയ മണ്ടത്തരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ജലീൽ എത്രത്തോളം അപ്പുറത്ത് ശക്തിപ്പെടുത്തുന്നോ അപ്പോൾ അത്രത്തോളം ജലീലിന്റെ ആരോപണങ്ങൾ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നുവോ ആ തരത്തിൽ അതിന് വിപരീതമായി കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്ത് ശക്തിപ്പെടുകയാണ് ചെയ്യുക. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് പറയാനുണ്ട്, ഇത് നോക്കൂ, ഈ സംഭവങ്ങളൊക്കെ ജലീൽ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ ഉള്ളിൽ ഓർഗാനിക് ആയിട്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായിട്ടുള്ള സ്വയമേവ ഉണ്ടായിട്ടുള്ള ഇത്തരം ചർച്ചകളെ മൂടിവെച്ച് കളയാനും അവയെ തല്ലിക്കെടുത്തി കളയാനും ഒരു ചാൻസ് കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഈ ജലീലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ CPMന്റെ ഒരു പൊസിഷൻ എന്താണെന്നുള്ളതാണ്. കാരണം ജലീലിനെ മുന്നിൽ നിർത്തി ഈ കളികളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിപ്പിക്കുന്നത് അത് CPMന് സ്വാഭാവികമായും സന്തോഷമുള്ള കാര്യമായി മാറും. ലീഗിനെ ക്ഷീണിപ്പിക്കുക എന്നത് സ്വാഭാവികമായും CPMന്റെ ലക്ഷ്യമാണ്. പക്ഷേ ഈ തരത്തിൽ അതൊരു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ നെഗറ്റീവായി മാറാനുള്ള പശ്ചാത്തലവും ഒക്കെ ഉണ്ട് താനും, അല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇനി ഇത് സംഭവിക്കേണ്ടത് ലീഗിനുള്ളിലുള്ള ചർച്ചകളാണ്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയും സ്വാഭാവികമായി ലീഗിൽ നടക്കേണ്ടിയിരുന്ന ചർച്ചകൾ ഇപ്പം 14-ാം തീയതി അതിൻ്റെ സബ് കമ്മിറ്റിയും കൂടാൻ പോവുകയാണ്, കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടാൻ പോകും. അങ്ങനെയൊക്കെ സ്വാഭാവികമായി അതിനുള്ളിൽ നടക്കേണ്ട ചർച്ചകൾ എന്താണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഈ ഇത്തരത്തിൽ മൊയ്ൻ അലി തങ്ങൾ ഉയർത്തിവിട്ട ഈ ഒരു സ്ഫുലിംഗം എങ്ങനെയാണ് പാർട്ടിയിൽ വർക്കൗട്ട് ചെയ്യുക എന്ന് കാണുക അല്ലാതെ അതിനുള്ളിൽ കടന്നുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള മറ്റ് അജണ്ടകൾ നടപ്പിലാക്കി കളയാം എന്ന് കരുതുന്നത് വലിയൊരു രാഷ്ട്രീയ വിഡിത്തമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ PK നവാസ്, നേരത്തെ ശ്രീ കാസിമിരിക്കൂർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് താങ്കളുടെ മറുപടി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ഒരു പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ലീഗിനെയൊക്കെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ആരോപണം വരുന്നതെന്നാണ്. അതിന് കാസിമിരിക്കൂർ പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് അത് എക്കാലത്തും INL ലീഗ് വിരുദ്ധ സമീപനം സ്വീകരിക്കുമ്പോൾ പറയുന്ന വേർഷൻ അപ്പുറത്തേക്ക് പുതുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കഴിഞ്ഞ 10-20 കൊല്ലം അവരത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികൾ മാറുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ തയ്യാറാവണം. തിരഞ്ഞെടുപ്പിന് ശേഷം, തുടർഭരണത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട്.
ആ രാഷ്ട്രീയ മാറ്റം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ ഉണ്ടായി. ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായ ചർച്ചകൾ ഉയർന്നു വന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുകൾ അട്ടിമറിക്കപ്പെട്ട ഒരു സർക്കാരായി, ഒരു പക്ഷെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മാഗ്ന കാർട്ടയായിട്ടുള്ള സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അട്ടിമറിക്കപ്പെട്ട ഒരു റിപ്പോർട്ടായി, ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ ഗവൺമെന്റിനെ ന്യൂനപക്ഷ സമൂഹം എഴുതി വെക്കപ്പെട്ട കാലത്ത് അവിടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാൻ ആയിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ ഏകീകരണം ഉണ്ടാകുന്നു. അത് പ്രത്യക്ഷവും പരോക്ഷവുമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. വളരെ കൃത്യമായി സർക്കാരിനെതിരെ തുറന്ന പറച്ചിലുകൾക്ക് മതസംഘടനകൾ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നു. പിണറായി സർക്കാർ ചെയ്തത് വഞ്ചനയാണെന്ന് പറയാൻ തയ്യാറാകുന്നു. ഇതിന്റെ മുഴുവൻ കോർഡിനേഷൻ സ്വാഭാവികമായി പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന രീതിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ കെ.ടി. ജലീൽ അപ്രസക്തനാവുകയാണ്. നേരത്തെ മാധ്യമപ്രവർത്തകൻ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ കെ.ടി. ജലീലിനെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്ന ആളുകളെ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ മുസ്ലിം മതസംഘടനകളെ ചേർത്ത് വെക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. അവിടെ ജലീലിന്റെ പ്രസക്തിയെ നഷ്ടപ്പെട്ടു പോകുന്നു. മുഴുവൻ മതസംഘടനകളും മുസ്ലിം ലീഗിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിന്, പ്രത്യക്ഷ പരോക്ഷ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുന്നത് കെ.ടി. ജലീലിനാണ്. ഇത് ഈ ഒരു അജണ്ടയിൽ നിന്ന് മാറിപ്പോകേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അത് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ കുബുദ്ധിയാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറയും, നിങ്ങളുടെ കുബുദ്ധിയിൽ വീണ് കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ സച്ചാർ സംരക്ഷണ സമിതിയുമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ വളരെ കൃത്യമായി കൊണ്ടുപോകും. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ ജലീലിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷത്തിൽ ജലീലിന്റെ ഡ്യൂട്ടി എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ ജാഥയിൽ മുസല്ലയായി പോയ ജലീലിന്റെ മുസല്ല സംസാരിക്കും. അവിടെ ന്യൂനപക്ഷങ്ങളെ അട്രാക്ട് ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമാണ് കെ.ടി. ജലീൽ നാളിതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ജലീൽ കോർത്ത ഇരയിൽ കുടുങ്ങാൻ ഞങ്ങളില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും അത് പാർട്ടിയിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ ആഴ്ത്താതിരിക്കുകയും ചെയ്ത് ജലീലിന്റെ വെല്ലുവിളി ഞങ്ങൾ ആ തരത്തിൽ ഏറ്റെടുക്കുന്നു, അതിനോട് ഞങ്ങൾ വഴങ്ങുന്നു, അങ്ങനെ മനസ്സിലാക്കാം അല്ലേ? അല്ല, അങ്ങനെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ന്യൂസ് 18 ചാനലിന്റെ രാഷ്ട്രീയമായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, പാണക്കാട് കുടുംബത്തിൽ നിന്നൊരു അംഗം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചില പരിമിതികൾ ഉണ്ട്. പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള നടപടി, അല്ലെങ്കിൽ അദ്ദേഹവുമായി ചെയ്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങളുമായി ആലോചിച്ച് തീരുമാനിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രയാസങ്ങളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ കെ.ടി. ജലീൽ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ കൃത്യമായി പറയുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ പിണറായി വിജയന്റെ വാചകം കടമെടുത്ത് പറഞ്ഞാൽ അട്ടിപ്പേർ അവകാശമില്ലാത്ത മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുൻപിലേക്ക് തന്നെ അത്രയും ആളുകളെ, മുസ്ലിം മതസംഘടനകളുടെ നേതാക്കന്മാരെ മുഴുവൻ, മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ അണിനിരത്തി പിണറായി വിജയന് മുൻപിലേക്ക് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു നിവേദനവുമായി മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗം നേതൃത്വം കൊടുത്ത് കടന്നു പോകുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ച കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കണം. അതിന് ഏതെല്ലാം ആയുധം ഉപയോഗിക്കാൻ കഴിയുമോ ആ സെലക്ഷനാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ മുസ്ലിം ലീഗിനെ അതൊരു മറ്റൊരു ആരോപണമാണല്ലോ. അതായത് ജലീലിനെ മുന്നിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്നു ഇടതുപക്ഷം എന്ന രീതിയിൽ. അവിടെ ജലീലിന്റെ കരുത്ത് കുറയ്ക്കുന്നു, കുഞ്ഞാലിക്കുട്ടി കരുത്ത് കൂടുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണ്. ജലീലിന്റെ നിത്യ എതിരാളിയായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. ഒപ്പം ഇത്തരം ഈ ജലീൽ കൊരുത്ത ചൂണ്ടയിൽ കുരുങ്ങാൻ ഞങ്ങളില്ല എന്ന് വ്യക്തമാക്കുകയും കൂടിയാണ് ശ്രീ പി.കെ. നവാസ്. ഇല്ലല്ല, യഥാർത്ഥത്തിൽ നവാസ് ഇപ്പോൾ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ ശ്രദ്ധ തിരിക്കലാണ്. പ്രശ്നം അതല്ല. എന്തുകൊണ്ടാണ് ഈ വിഷയം മുന്നോട്ടേക്ക് വന്നത്? അതായത് മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗത്തിൽ നിരവധി ചർച്ചകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുണ്ടായി. പല നേതാക്കന്മാരും തന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറഞ്ഞു. ആ യോഗത്തിൽ വെച്ചിട്ടാണ് ED പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്ത് വന്ന് ചോദ്യം ചെയ്ത വിവരം പുറത്തേക്ക് വരുന്നത്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മാധ്യമങ്ങൾ ഇതുവരെ അത് അറിഞ്ഞിരുന്നില്ല. അതോടുകൂടിയാണ് വിഷയം മറ്റൊരു തരത്തിലേക്ക് പോകുന്നത്. അല്ലാതെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടല്ല. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരു EDയുടെ നോട്ടീസ് വരുന്നുണ്ട്. വീണ്ടും ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുമെന്നുള്ള പ്രശ്നം വരുന്നത്. ഇതാണ് വിവാദത്തിന് കാരണം. അല്ലാതെ നവാസ് പറയും പോലെ ഈ സച്ചാർ കമ്മീഷൻ അവസരം തരാം. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് തീർക്കട്ടെ. അതിന് വേറൊരു സംഭവം, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു.
സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനം, ആ തീരുമാനം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സമ്മേളനത്തിൽ എടുത്തൊരു തീരുമാനത്തിന്റെ തുടർച്ചയാണ്. ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് മുസ്ലിം ലീഗിനെ പ്രതികരിച്ചിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പലവട്ടം തന്നെ വ്യക്തമാക്കിയതാ. ഒരിക്കലും തന്നെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഫോർമുലയെ എതിർത്തിരുന്നില്ല. ഗവൺമെന്റ് കോടതി വിധി മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്തു. അത് അസംബ്ലിയിൽ ചർച്ച വന്നു. ചർച്ച വന്ന സമയത്ത് അവിടെ മുഖ്യമന്ത്രി ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി. എന്തേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊന്നും ഉണ്ടാതിരുന്നത്? അവർക്ക് കാര്യമായിട്ടൊന്നും പറയാണ്ടിരുന്നില്ല. പിന്നെ മുസ്ലിം പണ്ഡിതന്മാരെ മുഴുവനും തന്നെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പണ്ടേയുള്ളൊരു ശൈലിയാണ്. അതനുസരിച്ചാണ് അവിടെ തിരുവനന്തപുരത്ത് പരിപാടി നടത്തിയത്. എല്ലാ മുസ്ലിം സംഘടനയും ഞങ്ങൾ അണിനിരത്തി എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നത് നമുക്കറിയാം ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തത് എന്ന്. ഒരു പ്രബലമായ സുന്നി ഗ്രൂപ്പ് അവിടെ പങ്കെടുത്തിരുന്നില്ല. അവരാണ് ഇന്ന് ഇവിടെ മലബാറിലെ ഏറ്റവും പ്രബലമായ ഒരു ഗ്രൂപ്പ്. മുസ്ലിം ലീഗിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നടന്നുകൊണ്ട് സ്വന്തം മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില സംഘടനകൾ, അവർ പങ്കെടുത്തു. അവർ വന്ന് നിവേദനം കൊടുത്തു പോയി. അതൊന്നും തന്നെ ഇവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിചാരമാണ് നവാസിനുണ്ടെങ്കിൽ അത് വെറുതെയാ. മുസ്ലിങ്ങളെ മുഴുവനും തന്നെ ഇളക്കി വിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ, KT ജലീലിനെതിരെ ഈ ജലീല് ഒരു കാര്യം ഇങ്ങനെ നിരന്തരം ആരോപണം ഉന്നയിക്കുകയും ജലീല് ഇങ്ങനെ ഒരു കുന്തമുനയായി ആരോപണങ്ങൾക്ക് മുന്നിൽ ജലീലിന്റെ രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതൊരു സംശയത്തിനിടയാക്കിയില്ലേ? കാരണം ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, എന്നാൽ തെളിവുകൾ പുറത്തുവിടണം. ജലീൽ ഇതുവരെ ഈ ടെലിഫോൺ കോൾ ഉണ്ട്, കോൾ ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ടെലിഫോൺ സംഭാഷണമുണ്ട്, ചില രേഖകളുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹം ഒന്നും പുറത്തുവിട്ട് കാണുന്നില്ല. അത് കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നതും ഒരു ദൗർബല്യമല്ലേ? ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗിന്റെ എല്ലാ രോഗാതുരമായ കോശങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ സമീപകാലത്ത് മുസ്ലിം ലീഗിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ മുഴുവൻ തന്നെ പുറത്തു കൊണ്ടുവന്നത് KT ജലീല. അതോടൊപ്പം തന്നെ KT ജലീലിനെ ശത്രുവായിട്ട് കണ്ടാണ് മുസ്ലിം ലീഗ് ഇതുവരെ പ്രവർത്തിച്ചത്. ആകെ അദ്ദേഹം ചെയ്ത തെറ്റ് PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു വലിയ ഒരു നേതാവിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. അത് ആ ശത്രുത ഒരിക്കലും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. ജലീലിന് ജലീലിന്റേതായ രാഷ്ട്രമുണ്ട്. വേവലാതിപ്പെടുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രം കളിക്കാൻ പറ്റില്ല. INN പ്രസിഡന്റ് ശ്രീ കാസിം ഇരിക്കൂർ പച്ചക്കള്ളമാണ് ഈ ചർച്ചയുടെ അവസാനത്തിൽ പറയുന്നത്. ഞാൻ രണ്ട് കാര്യം സൂചിപ്പിക്കട്ടെ. ഒന്ന്, ED സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും നോട്ടീസ് കൊടുത്തു എന്നാണ്. ആ നോട്ടീസ് പോലും കാണാത്ത ആളാണ് INN പ്രതിനിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പുതിയ വിവാദം ഉണ്ടായത്. INN-അകത്ത് പിന്നെ കാസിം ഇരിക്കൂർ കളവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ചർച്ചയിൽ നിന്ന് അവിടെ ഒരു പക്ഷെ വഹാബ് സാർ ആയിരുന്നു ശരി എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. കാരണം ഞങ്ങളുടെ ഈ ചാനൽ ചർച്ച ചെയ്യുന്ന പബ്ലിക് ഡൊമൈനിൽ എത്ര കൂറ് പുലർത്താൻ കഴിയുമെന്ന് ഞാൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞിട്ടില്ല. യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു എന്ന് 2 A4 പേപ്പറിൽ 6 പാരഗ്രാഫുകളായി കൃത്യമായി എഴുതി ഒപ്പിട്ട് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ 3 നേതാക്കന്മാർ എഴുതി ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത് മുഴുവൻ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടും കാസിം ഇരിക്കൂറിനെ പോലത്തെ ഒരു പാർട്ടിയിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് സംശയമുള്ള ഒരാള് ഇതുവരെ അത് കാണാതെ അദ്ദേഹം ചാനൽ ചർച്ച സത്യം പറയുക കളവ് പറഞ്ഞ് പോകരുത് മിസ്റ്റർ കാസിം ഇരിക്കൂർ. ഒരു പക്ഷെ അങ്ങയുടെ പാർട്ടി ഒരു പക്ഷെ അര മന്ത്രിസ്ഥാനം 2.5 വർഷത്തേക്ക് മാത്രം ഒരു മന്ത്രിസ്ഥാനം കിട്ടിയ ഒരു പാർട്ടിയിൽ നിങ്ങൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ ചർച്ച അവിടെ നിൽക്കട്ടെ. കുഞ്ഞാലിക്കുട്ടിയിലും ലീഗിലും ഒക്കെ ഒതുങ്ങട്ടെ. അതിന്റെ മറുപടികളും കൃത്യമായി തന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കുന്നു. നമുക്ക് ചർച്ച സമയം കൂടിയായി. PK നവാസ് ക്ഷമിക്കണം എന്നോട്. ശ്രീ കാസിം ഇരിക്കൂർ, ഒപ്പം ശ്രീ MP പ്രശാന്ത്, മാധ്യമ പ്രവർത്തകൻ, ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷഹീദും ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചേർന്നിരുന്നു. ഏതായാലും ലീഗ് രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന 4 പതിറ്റാണ്ടായി ആ പാർട്ടിയെ ഭരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ട സാഹചര്യമൊക്കെ അവിടെയുണ്ട്. എന്തൊക്കെ തരത്തിൽ നിഷേധിച്ചാലും ആ ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാത്തിരുന്ന് കാണാം ആ രാഷ്ട്രീയം ഇനി എങ്ങോട്ട് വഴിമാറി ഒഴുകുമെന്ന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.